നമ്മൾ റോംസൺ റാക്സ് എന്ന് പറയുന്ന ഷോപ്പ് നമ്മൾ തുടങ്ങുന്നത് കേരളത്തിലെ കൊച്ചിയിൽ 2018 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 4.5 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് ഒരു ഷോപ്പിൽ തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം ഇപ്പം 10 ഷോപ്പുകളിൽ എത്തി നിൽക്കുവാണ്. ഇപ്പം കേരളത്തിൽ ഉടനീളം നമുക്കിപ്പോൾ ഷോപ്പുകളുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പറയാവുന്ന പോലെ നമുക്ക് കേരളത്തിൽ ഷോപ്പുകളുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പം കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ നമ്മൾ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. 28-ാം തീയതി, ഈ മാസം 28-ാം തീയതിയാണ് നമ്മുടെ സ്റ്റോർ ഓപ്പണിംഗ് ബാംഗ്ലൂർ വരുന്നത്. പിന്നെ നമ്മുടെ ഒരു മേജറായിട്ടുള്ളൊരു സർവീസാണ് ഗ്രൂമിങ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂമിങ് സർവീസിൽ വരുമ്പോഴത്തേക്കും ഡോഗ്സിനും ക്യാറ്റ്സിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ കട്ടിങ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വാഷിങ്ങിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഗ്രൂമിങ്ങിൽ വരുമ്പം ആദ്യമേ ഒരു ഷാംപൂ വാഷ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളറുള്ള ഒരു ഡോഗോ ക്യാറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനൊരു വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്, ഒരു വൈറ്റനിങ് ഷാമ്പു യൂസ് ചെയ്ത് സെക്കൻഡ് റൗണ്ട് ഒരു വാഷിംഗ് ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് മൂന്നാമത് വീണ്ടും നമ്മളതിനെ വാഷ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിനിഷിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ നമുക്ക് സിറം, നമ്മൾ ഹ്യൂമൻ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഒരു സിറം നമ്മൾ യൂസ് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. അതാണ് ഒരു വാഷിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ വരുമ്പോഴത്തേക്കും. പിന്നെ ഹെയർ കട്ടിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ നോർമലി ഒന്ന് റഫ് കട്ട് ചെയ്യും. വാഷിങ്ങിന് മുന്നേ ഒന്ന് റഫ് കട്ട് ചെയ്ത് നമ്മൾ ഷാംപൂ വാഷും കാര്യങ്ങളും ഇതേ പ്രൊസീജിയർ ഷാംപൂ വാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ് ഹെയർ കട്ടിങ്ങിൽ വരുമ്പോഴത്തേക്കും. ഇപ്പം ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും എല്ലാം ട്രെയിൻ ചെയ്യാൻ, അത് ഏത് നേച്ചറിലുള്ള ആൾക്കാരാണെങ്കിലും ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫ്സ് അത്യാവശ്യം കേപ്പബിളാണ്. അപ്പം പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 5 വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ. അപ്പോൾ 5 വർഷമായിട്ട് ചെറുപ്പം മുതൽ ഒരു പപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ മിക്കവാറും നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ട്. അപ്പോൾ ആദ്യമേ മുതൽ ഈ ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ ഗ്രൂമിങ്ങിൽ അങ്ങോട്ട് അവർ ഫെമിലിയറാണ് ഗ്രൂമിങ്ങിൽ. അപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ അഗ്രസീവായിട്ടുള്ള ഡോഗ്സോ ക്യാറ്റ്സോ ഒക്കെ വരാറുള്ളൂ. ബാക്കിയൊക്കെ ഇതുമായിട്ട് അങ്ങോട്ട് എന്താ പറയുന്നത് ഫെമിലിയറായി, ഗ്രൂമിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറുമായിട്ട് ഫെമിലിയറായി. പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും സർട്ടിഫൈഡ് ഗ്രൂമേഴ്സാണ്. നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ജെയിനെക്സ് എന്ന് പറയുന്നിട്ടുള്ള സ്കിൽ അക്കാദമിയായിട്ട് ചേർന്നിട്ട് നമ്മൾ ഗ്രൂമിംഗ് കോഴ്സുകൾ എല്ലാ മാസവും നടത്താറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നുള്ള ഗ്രൂമിങ് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഗ്രൂമേഴ്സിനെ ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൽ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും നമ്മുടെ ഇവിടെ ഗ്രൂമിങ്ങിനായിട്ട് വരുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു സർവീസ്, ഈ ഗ്രൂമിങ്ങിൻ്റെ പാർട്ട് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനറും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവരും ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഓരോ ബ്രാഞ്ചുകളും വിസിറ്റ് ചെയ്ത് ഒരു 4-5 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് എപ്പോഴും ആ ഒരു നമ്മുടെ ഗ്രൂമേഴ്സിനെ എങ്ങനെ അപ്ഡേറ്റും അപ്ഗ്രേഡും ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ റോംസൺ റാക്സ് ആസ് എ ബ്രാൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂമിങ് സർവീസാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന്, ഒരു ഡോഗോ ക്യാറ്റോ ഒരു പെറ്റുള്ളൊരു കസ്റ്റമറിന് നമ്മുടെ റോംസൺ റാക്സിൽ സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒറ്റ റൂഫിൻ്റെ കീഴിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഫുഡ് ബ്രാൻഡ്സ് തന്നെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, പണ്ട് ആൾക്കാർക്ക് പെറ്റെന്ന് പറയുമ്പോഴത്തേക്കും 1-2 ബ്രാൻഡുകളായിരുന്നു ഫെമിലിയർ ആയിട്ടുള്ളത്. ഇപ്പോൾ അത് വന്നിട്ട് ഇത്രയേറെ ഇമ്പോർട്ട് ഫുഡുകൾ, അത് വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫുഡുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒറിജിൻ അക്കാന, ഫേബിൾ എന്നൊക്കെ പറയുന്നത്, ഒറിജിൻ അക്കാന എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വ്യക്തിയും ചുമ്മാ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ്സ് ബെസ്റ്റ് ഡോഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ബ്രാൻഡുകളാണ് ഒറിജിൻ അക്കാന തുടങ്ങിയ ബ്രാൻഡുകൾ. അതുകൂടാതെ തന്നെ കുറേ അധികം ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന എന്താ പറയുന്നത് ബേർബാക്ക് എന്ന് പറയുന്ന ബ്രാൻഡ്, അതല്ലെങ്കിൽ ടേസ്റ്റ് ഓഫ് ദി വൈൽഡ്. ഇതൊക്കെ ഇതെല്ലാം ഇവിടെ സോഴ്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പെറ്റ്സിൻ്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഒരു ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എല്ലാ ബ്രാൻഡുകൾക്കും നമുക്ക് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദി ബ്രാൻഡ്സിനും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ടോയ് ബ്രീഡ്, അല്ലെങ്കിൽ മീഡിയം ബ്രീഡ്, അല്ലെങ്കിൽ ലാർജ് ബ്രീഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാവും. പിന്നെ ഇത്രയും ഫുഡുകളിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങളൊക്കെ ഡോഗ്സും കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് വളർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫുഡുകളെല്ലാം ഫീഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം അവർക്ക് എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ള ഒരു സംഭവം നമുക്കറിയാം. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അതായത് ഒരു ടോയ് ബ്രീഡ്, ഒരു ഷിറ്റ്സു ആണെങ്കിൽ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്ട്സ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഇത്രയും ബ്രാൻഡുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെക്കമെൻഡേഷൻ നമ്മളും കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ്സ് ഇപ്പോൾ കവറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ടോയ് ബ്രീഡ് അല്ലെങ്കിൽ സ്മോൾ ബ്രീഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. അത് കൂടാതെ അതിനെ ഒന്നുകൂടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡോഗ് ഇപ്പോൾ ഒരു ഗോൾഡൻ റിട്രീവർ ആണെങ്കിൽ ഈ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഇന്ന റീസൺ കൊണ്ട് എന്നും കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് നമ്മുടെ സ്റ്റാഫിനുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ 2018 5 വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോംസ് ആൻഡ് റാക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് 5 വർഷമായി. അപ്പോൾ 5 വർഷങ്ങളായിട്ട് നമ്മൾ ഇതിലൊരു റിസർച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ നടത്തി വരുവാണ്. അപ്പം നമ്മൾ തന്നെ എപ്പോഴും നമുക്കും ഒരു റിസർച്ച് ടീമുണ്ട്. അപ്പം നമ്മൾ തന്നെ നോക്കുന്നുണ്ട്, അതായത് വേൾഡിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഡോഗ്സിനും ക്യാറ്റ്സിനും വേണ്ടിയിട്ടുള്ളത്, അതിൽ ഇവിടെ അവൈലബിൾ അല്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ എഫേർട്ട് തന്നെ എടുത്ത് നമ്മൾ അങ്ങനെയുള്ള ബ്രാൻഡുകൾ നമ്മൾ ഇവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബെസ്റ്റായിട്ട് ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഏത് ബ്രാൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ബ്രാൻഡ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും എന്തുകൊണ്ടില്ല എന്നുള്ളത്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും എന്താ പറയുന്നത് ഡോഗ്സും ഡോഗ് ഓണേഴ്സും പ്രിഫർ ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മുടെ റോംസ് ആൻഡ് റാക്സിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ പണ്ട് നോക്കുമായിരുന്നെങ്കിൽ ഒരു ഡോഗിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കൂട്ടിൽ കിടക്കുക, കുരയ്ക്കുക, അതായിരുന്നു ഒരു ഡോഗിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അത് മാറിയിട്ട് ഡോഗ്സ് വീടിൻ്റെ അകത്തോട്ട് എത്തി, വീടൊരു കെന്നലായിട്ട് മാറി വീട്ടിലോട്ടായി, ഡോഗ്സ് എല്ലാം വീട്ടിലോട്ടായി. അപ്പോൾ ആൾക്കാർ അതിനെ ഇപ്പോൾ ഡോഗ്സിനെയോ അല്ലെങ്കിൽ ക്യാറ്റ്സിനെയോ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും ഒരു ഫാമിലി മെമ്പർ എന്ന് പറയുന്ന ഒരു രീതിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും കുട്ടികളൊക്കെ പണ്ട് ജസ്റ്റ് ആരുടെയിലൊക്കെ അഡ്വൈസ് കൊടുത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കും. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേരൻസൊക്കെ ഒത്തിരി റിസർച്ച് ചെയ്യും. ഇപ്പം നമ്മൾ ഗൂഗിളോ അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് റിസോഴ്സസ് ഉണ്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോഗ്സിൻ്റെ കാര്യത്തിലും സെയിം രീതിയാണ്, ആൾക്കാർ ഒത്തിരി അധികം പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷേ ഒരു പുതിയ പെറ്റ് പേരൻറ്റ് നമ്മുടെ റോംസ് ആൻഡ് റാക്സിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്താണ് വിടുന്നത്. പിന്നെ ആ പെറ്റ് കൾച്ചർ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ടത്തെ ആ പെറ്റ് കൾച്ചർ അല്ല ഇപ്പം, ആൾക്കാരുടെ കൂട്ടത്തിലായി ഡോഗ്സ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ആദ്യമേ അതിൻ്റെ ഒരു ഡിഫറൻസൊക്കെ വന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ, ഡൽഹി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞാൽ കൊച്ചി എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ ഇവിടെ മാറിയിട്ടുണ്ട്. കേരളത്തിൽ വരുമ്പോഴത്തേക്കും പെറ്റ് കൾച്ചർ ഏറ്റവും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 പാർട്ട്നേഴ്സുണ്ട്. ആദ്യത്തെ 2 പാർട്ട്നേഴ്സ് റോണി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരാണ് ആദ്യമേ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ പലതും ഇല്ലായിരുന്നു. ഇവിടെ എന്താ പറയുന്നത് ഡോഗ്സിനും ക്യാറ്റ്സിനുമുള്ള ആവശ്യമുള്ള ബ്രാൻഡുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ബ്രാൻഡുകളെയൊക്കെ ഒരു റൂഫിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഐഡിയയിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണിത്. അല്ല, നമ്മൾ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഷോപ്സിൻ്റെ എണ്ണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ റെൻഡർ ചെയ്യുന്ന ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലൊരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം മുതലേ ഉള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതായത് നമുക്ക് ഇതിന് എന്താ പറയുന്നത് പെറ്റ്സിന് നല്ലതായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം വേൾഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 80% പ്രൊഡക്ട്സ് നമുക്ക് ഈ ഷോപ്പിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഹാപ്പി ആയിരിക്കണം. അതാണ് നമുക്ക് 5 വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതാണ്. കസ്റ്റമേഴ്സ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ അവർ വീണ്ടും വീണ്ടും വരുള്ളൂ. വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ഥാപനം അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്ന ഒരു ഫേസിലോട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്. പിന്നെ ഈ ഷോപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പാലാരിവട്ടത്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോർ ഉണ്ടായിരുന്നത്. 2018 സ്റ്റാർട്ട് ചെയ്തിരുന്ന ഫസ്റ്റ് സ്റ്റോർ നമ്മൾ പാലാരിവട്ടത്തായിരുന്നു ചെയ്തത്. അപ്പോൾ ആ സ്റ്റോറ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷമായതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പാലാരിവട്ടത്ത് തന്നെയാണ്, മെട്രോ പില്ലർ നമ്പർ 521 അവിടെയാണ് ഈ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പപ്പി സെയിൽ എന്നുള്ള ഒരു ടാഗ് ലൈനിൽ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യാറില്ല. പിന്നെ പപ്പീസ് മിക്കപ്പോഴും അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നമ്മുടെ പാർട്ട്നേഴ്സിന് അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് പലർക്കും പപ്പീസ് ഡോഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കുഞ്ഞുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡോഗ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പപ്പീസിനെ നമ്മൾ കൊടുക്കാറുണ്ട്. അതല്ലാതെ നമ്മളൊരു പപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇതുവരെയും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന്
നേരെ മറിച്ച് കൊടുക്കുക, അങ്ങനത്തെ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. അത് ഇനി ചെയ്യുന്നുമില്ല.